ഫ്രണ്ട്സ് മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നല്ല തനി നാടൻ റെസിപ്പി വന്നേക്കുന്ന കേട്ടോ. അടിപൊളി ഒരു പീര പറ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ മൺചട്ടി ആദ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ തക്കാളി അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. 1-2 തണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇതിനാകുമ്പോൾ വലിയ എരിവില്ല, എന്നാൽ ഇച്ചിരി എരിവുണ്ട്, ഒരുപാട് എരിവില്ല ഈ മുളകിന്. ഇനി ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം, ഉപ്പ് ഞാൻ ഒരിച്ചിരി ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഉണക്കമീനിൽ ഉപ്പുണ്ട്, ഞാനത് കഴുകി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നല്ല ഒരു വലിയ പീസ് തോട്ടുപുളി പുളിയെടുത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 7 എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കണം കേട്ടോ. അത് വീഡിയോ എടുത്ത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരുപാട് വെള്ളം വേണ്ട, എന്ന് വെച്ചാൽ തക്കാളിക്കൊന്നും വലിയ വേവില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പീരയ്ക്കൊക്കെ ഇച്ചിരി തേങ്ങ വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക. ഇനി ഇതിലേക്കൊരു 3-4 ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അരയാൻ പാടില്ല. ഈ പരുവത്തിൽ നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് നല്ലപോലെ. കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് ആ വെള്ളം ഒന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഈ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് തീ കുറച്ച് വയ്ക്കുക. മൺചട്ടിയാണ്ട് പെട്ടെന്ന് വെള്ളം വറ്റും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇപ്പോൾ നല്ലപോലെ ഒന്ന് തേങ്ങയിലൊക്കെ ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല മണമായിട്ടോ. ഈ ഇത് നമ്മുടെ ഈ ഉലുവപ്പൊടി ഒക്കെ ചേർത്ത് മീൻ തിളച്ച് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ, ഉണക്കമീനും ആ തോട്ടുപുളിയുടെ മണവും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉണക്കമീനിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ഒന്ന് ശ്രദ്ധിച്ചിടുക. ഞാൻ പക്ഷേ ഒത്തിരി നേരം ചൂടുവെള്ളത്തിൽ മീൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെള്ളമല്ല, ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുറേ നേരം ഉപ്പ് കഴുകിയതിന് ശേഷം മീൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓളരുന്ന ഒരു ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഉണക്കമീനിന് പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറി ലീഫ് ഇട്ട് കൊടുക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മാറ്റി വെച്ചിട്ട് നല്ല മണവും നല്ല ടേസ്റ്റും കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ഒരു കലം ചോറുണ്ണാം. വേറെ ഒരു കറി ഇതിൻ്റെ കൂടെ വേണ്ട, അത്ര ടേസ്റ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.